ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ് എന്നായിരുന്നു ഇതുവരെ പ്രതിപക്ഷത്തിരുന്ന UDFകാരുടെ നിലവിളി. ഇന്നത്തെ ആരോഗ്യമന്ത്രിയായ കെ മുരളീധരനും അതിൽ നിന്നും വിഭിന്നമായ നയ സമീപനമല്ല സ്വീകരിച്ചിരുന്നത്. എരണം കെട്ടവരെന്ന് വരെ ആരോഗ്യവകുപ്പിൻ്റെ സാരഥ്യത്തിലുള്ളവരെയും അന്ന് സർക്കാർ സാരഥ്യത്തിലുള്ള ആളുകളെയും കെ മുരളീധരൻ അധിക്ഷേപിച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു തർക്കവുമില്ല, വീഡിയോ തെളിവുകൾ വരെ ഉണ്ട്. എന്നാൽ ഇപ്പോൾ വെന്റിലേറ്ററിലായിരുന്ന ആരോഗ്യവകുപ്പ് അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനങ്ങൾ ഇപ്പോൾ മോർച്ചറിയിലായിട്ടുണ്ട്. ശരിക്കും മോർച്ചറിയിലായിട്ടുണ്ട്. നിപ്പ, അതുപോലെ തന്നെ ഷിഗല്ല, അതുപോലെ എലിപ്പനി, പകർച്ചപ്പനി, ഇതൊക്കെ കൊണ്ട് നാട് ആകെ വിറളി പിടിച്ചിരിക്കുകയാണ്. സിസ്റ്റത്തിൻ്റെ ഏകോപനമില്ല. അതിനിടയിലാണ് സ്വന്തക്കാരെ തിരികെ കയറ്റാൻ വേണ്ടി DHS ആയിരുന്ന ഹെൽത്ത് ഡയറക്ടറായിരുന്ന ഉദ്യോഗസ്ഥയെ ഡോക്ടർ റീനയൊക്കെ സ്ഥലം മാറ്റിയതും തരം താഴ്ത്തി സ്ഥലം മാറ്റിയതുമൊക്കെ അതിൻ്റെ ഭാഗമാണ്. കെ മുരളീധരൻ വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോൾ നമുക്കറിയാം വളരെ പ്രഗത്ഭനായിരുന്നു, നല്ല മന്ത്രിയായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് പെട്ടെന്ന് KPCC പ്രസിഡൻ്റായി ചുമതലയേൽക്കേണ്ടി വന്നപ്പോൾ ആ വകുപ്പൊക്കെ ഉപേക്ഷിച്ച് പോയതൊക്കെ നമുക്ക് അറിയാം. പിന്നീട് ഡിക്ക് എന്ന പാർട്ടി ഉണ്ടാക്കിയതൊക്കെ നമുക്കറിയാം. അദ്ദേഹം ഭരണ നൈപുണി ഉള്ള മനുഷ്യൻ തന്നെയാണ്, അതിനകത്ത് തർക്കമില്ല. നന്നായി സംസാരിക്കുവാനുള്ള കഴിവ് ഉള്ള മനുഷ്യൻ തന്നെയാണ്, അതിനും സംശയിക്കാനൊന്നുമില്ല. പക്ഷേ ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളുമായി നിരന്തരം സമ്പർക്കത്തിലേർപ്പെടുന്ന 24/7 സമ്പർക്കത്തിലേർപ്പെടുന്ന ഒരു സംവിധാനമാണ്. അതിൻ്റെ തലപ്പത്ത് ഇരിക്കുമ്പോൾ കെ മുരളീധരൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് സാമാന്യം ബോധത്തോടുകൂടി ഇരുന്ന് പെരുമാറണമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, എല്ലാം തനിക്ക് ലഭിക്കും, താൻ മന്ത്രിയാണ്, അല്ലെങ്കിൽ കാസർഗോഡ് അസുഖം പടരുമ്പോൾ തിരുവനന്തപുരത്തിരുന്ന് ഏകോപിപ്പിച്ചാൽ മതി, കോഴിക്കോട് നിപ്പ പടരുമ്പോൾ തിരുവനന്തപുരത്ത് കൺട്രോൾ റൂമിലിരുന്ന് എല്ലാം ഏകോപിപ്പിക്കാം എന്നൊക്കെയുള്ള വിടുവായ തരം മന്ത്രി ഉപേക്ഷിക്കണം. ഒപ്പം ഉള്ള ഡോക്ടർമാരെയും ആരോഗ്യ സംവിധാനത്തെയും വിശ്വാസത്തിലെടുക്കണം. അവരെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ മന്ത്രി ആരെയാണ് വിശ്വസിക്കുക? മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേട്ടു, എന്നെ നിങ്ങൾ കല്ലെറിഞ്ഞുകൊള്ളൂ, എന്നെ നിങ്ങൾ വിമർശിച്ചുകൊള്ളൂ, പക്ഷേ പണിയെടുക്കുന്ന ഡോക്ടർമാരെയും ആരോഗ്യ മേഖലയിലെ ജീവനക്കാരെയും നിങ്ങൾ കല്ലെറിയരുത് എന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ടു. തനിക്കെതിരെ ഇനിയും വലിയ സുനാമിയും കൊടുങ്കാറ്റുമൊക്കെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു കേട്ടു. അതൊക്കെ നല്ല കാര്യമാണ്, മുൻകൂട്ടി കരുതലൊക്കെ നല്ലതാണ്. ഇങ്ങനെ വാചക കസർത്തുകൊണ്ട് ആളുകളുടെ കണ്ണിൽ മണ്ണിടാം എന്ന് ശ്രീ മുരളീധരൻ ധരിക്കരുത്. ഇത് ആരോഗ്യ മേഖലയാണ്, മനുഷ്യൻ്റെ ജീവൻ വെച്ച് കളിക്കുന്ന ഒരു മേഖലയാണ്. ആ മേഖലയെ ഒന്നാകെ ഒരുമിപ്പിച്ച് നിർത്താൻ ഇങ്ങനെ തരം താഴ്ത്തലും സ്ഥലം മാറ്റലും അല്ലെങ്കിൽ സ്വന്തക്കാരെ കുത്തി തിരികലും അല്ല വേണ്ടത് എന്ന് കഴിഞ്ഞ സർക്കാരുകൾ നിങ്ങൾക്ക് മാതൃക കാണിച്ചിട്ടുണ്ട്. അവിടെ പണിയെടുക്കുന്നവരെ വിശ്വാസത്തിലെടുക്കേണ്ടത് ജനങ്ങളല്ല, ആദ്യം സർക്കാരാണ്. അവിടെ പണിയെടുക്കുന്നവരെ ഉപദ്രവിക്കുകയില്ല എന്ന തീരുമാനമെടുക്കേണ്ടത് ആദ്യം സർക്കാരാണ്, ജനങ്ങളല്ല. അപ്പോൾ സർക്കാർ സംവിധാനം ഒന്നാകെ തന്നെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പണിയെടുക്കുന്ന ജീവനക്കാരെയും ഡോക്ടർമാരെയും ശത്രുപക്ഷത്ത് നിർത്തി അവരാരും മന്ത്രിയുമായും മന്ത്രിസഭയുമായും സഹകരിക്കുന്നില്ല എന്ന മുദ്രകുത്തി അവരെ തരം താഴ്ത്തി സ്ഥലം മാറ്റുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഇഷ്ടക്കാരെ തിരുകി കയറ്റുമ്പോൾ സ്വാഭാവികമായും ആരോഗ്യ മേഖല ജനങ്ങൾക്ക് എതിരെയല്ല തിരിയുക, അധികാരികൾക്ക് എതിരെയാണ് തിരിയുക എന്ന സാമാന്യ തത്വം മന്ത്രി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ മന്ത്രി പറയുന്നത് ജനങ്ങൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണമെന്നാണ്. ജനങ്ങൾക്ക് അവരോട് റെസ്പെക്റ്റാണ്. അതുകൊണ്ടാണ് ഈ സർക്കാർ ആശുപത്രികളിൽ ഇത്രയധികം തിരക്ക് വരുന്നത്. OP ക്യൂ നിന്ന് കാണാൻ, ഡോക്ടറെ കാണാൻ 3 മണി വരെ, രാവിലെ എത്തിയിട്ട് വൈകുന്നേരം 3 മണി വരെ നിന്ന രോഗികളെ എനിക്കറിയാം. ഞാനൊക്കെ ആശുപത്രിയിൽ പോകുമ്പോഴും ഇതുപോലെ കാത്തു നിന്ന് ഡോക്ടർമാരെ കാണുന്ന വ്യക്തികളാണ്. അപ്പോൾ അങ്ങനെ ഡോക്ടർമാരോടും കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തോടും ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷേ UDF സർക്കാർ ആ വിശ്വാസ്യത ഇതുവരെ പുലർത്തിയിട്ടില്ല. കപടതകളും കള്ളങ്ങളും പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ മണ്ണിടാതെ കൃത്യമായി ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കഴിവുകളും മികവുകളും കണ്ട് തിരിച്ചറിഞ്ഞ് അവരെ അംഗീകരിക്കാനും അവരെ വിശ്വാസത്തിലെടുക്കാനും സംസ്ഥാന ആരോഗ്യ വകുപ്പാണ് തയ്യാറാകേണ്ടത് എന്ന് വിനീതമായി പറഞ്ഞുകൊള്ളട്ടെ.